ഓക്കെ ഗേയ്സ്, അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഞാൻ ഈ വീട്ടിലാണ് താമസിക്കണേ. ഇത് പിന്നെ എൻ്റെ സ്വന്തം വീടല്ല കേട്ടാ, ഇതൊരു വാടക വീടാ. എന്താ ചെയ്യുക, സ്വന്തമായിട്ട് വീടൊന്നുമില്ല, അതുകൊണ്ട് വാടക വീട്ടിൽ താമസിക്കേണ്ടി വരിക. എനിക്ക് പിന്നെ സ്വന്തമായിട്ട് ഒരു വീട് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ ചെയ്യുക, കയ്യിൽ പൈസ ഇല്ല. ഒരു വീടൊക്കെ മേടിക്കണമെങ്കിൽ ഇഷ്ടം പോലെ ക്യാഷ് ചിലവാവും. വല്ല കാറോ ബൈക്കോ മേടിക്കണമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടാ, നമുക്കത് അടിച്ചു മാറ്റായിരുന്നു. പക്ഷേ വീട് അങ്ങനെയല്ല, നമുക്ക് വീടൊന്നും അടിച്ചു മാറ്റാൻ പറ്റില്ല. അത് പൈസ കൊടുത്ത് മേടിക്കുക വേണം, എന്നാലും നമുക്ക് ആ വീട്ടിൽ സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റുള്ളൂ. ഞാൻ പിന്നെ ഈ സിറ്റിയിൽ 2-3 വീടുകൾ കണ്ടു. എനിക്ക് ആ വീടുകൾ ഭയങ്കര ഇഷ്ടമായി. അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടാ. എൻ്റെ കയ്യിലാണെങ്കിൽ അധികം പൈസ ഇല്ല. നമുക്കപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം, എന്നിട്ട് വേണം ഒരു വീട് പർച്ചേസ് ചെയ്യാനായിട്ട്. ഇത് പിന്നെ കണ്ടില്ലേ, എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഒരാൾ മഹീന്ദ്ര താറൊക്കെ മേടിച്ചു. ഇത് പിന്നെ നൈസ് വണ്ടിയാണ് കേട്ടാ, ഒരു രക്ഷയില്ല. റെഡ് കളറിൽ കാണാനായിട്ട് നൈസായിട്ടുണ്ട്. എനിക്ക് സത്യമായിട്ടും ഈ വണ്ടി അടിച്ചു മാറ്റണമെന്നുണ്ട്. പക്ഷെ ഇത് അടിച്ചു മാറ്റിയിട്ട് കാര്യമില്ല. ഈ വണ്ടിക്ക് വിറ്റാലേ നമുക്ക് വലിയ കാര്യമായിട്ട് ക്യാഷൊന്നും കിട്ടില്ല. ഞാൻ പിന്നെ ആ വീടുകൾ കാണിച്ചു തരാം കേട്ടാ. നേരത്തെ ഞാൻ ഈ സിറ്റിയിൽ 2 വീടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. നൈസ് വീടുകളാ, ഒരു രക്ഷയില്ല. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. എൻ്റെ കയ്യിൽ പിന്നെ ഈ ഒരു സ്കൂട്ടിയാളെ. ഈ സ്കൂട്ടി ഞാൻ സർവീസ് ചെയ്തിട്ടില്ല, സർവീസ് ചെയ്യാറായി. ഓക്കെ, ഇവിടെ ഒരു വീടുണ്ട് കേട്ടാ. ഈ വീടാണ് ഞാൻ ആദ്യം കണ്ടേ. ഇത് പിന്നെ നൈസ് വീടാ, അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. പോരാത്തതിന് ഒരു 2 നില വീടാ. ഇത് പിന്നെ കണ്ടില്ലേ, ഈ വീടിൻ്റെ മുമ്പിൽ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ഇതപ്പോൾ ഒരു വീട്. ഞാൻ പിന്നെ വേറെ ഒരു വീട് കണ്ടു. ആ വീട് പക്ഷേ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത വരണേ. നമുക്കപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ രണ്ടാമത്തെ കണ്ട വീട്. ഈ വീടും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ, പക്ഷേ ഇതൊരു ചെറിയ വീടാ. നേരത്തെ വീടിൻ്റെ അത്ര വലിപ്പമില്ല. മുറ്റത്ത് പിന്നെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലാണെങ്കിൽ അധികം വണ്ടികളില്ല, അതുകൊണ്ട് ഈ വീട് മേടിക്കണോ വേണ്ടെന്ന് ഞാൻ ആലോചിക്കണേ. വീട് ചെറുതാണ്, എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നോക്കി നോക്കാം. ഇത് പിന്നെ കണ്ടില്ലേ, എൻ്റെ വീടിൻ്റെ മുമ്പിൽ പോലീസ് സ്റ്റേഷനാ. അതും ഒരു ചെറിയ സീനാണ്. എന്തുട്ടായാലും നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം, എന്നിട്ട് നമുക്ക് വീട് മേടിക്കുന്ന കാര്യം ആലോചിക്കാം. എങ്ങനെ ഇപ്പോൾ ക്യാഷ് ഉണ്ടാക്കുക, എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണില്ല. അതെ, എനിക്ക് ഒരു കൂട്ടുകാരനുണ്ട്. അവന് സ്വന്തമായിട്ട് ഒരു കാർ ഷോറൂമൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവാ. വഴിയിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടി അടിച്ചു മാറ്റാം, എന്നിട്ട് ആ ഷോറൂമിലേക്ക് കൊണ്ടുപോവാം. അവൻ പിന്നെ എന്തായാലും ക്യാഷ് തരും. അവൻ്റെ ഷോറൂമിലാണെങ്കിൽ അധികം വണ്ടികളും ഇല്ല. നമുക്കപ്പോൾ ഏതെങ്കിലും ഒരു കാർ അടിച്ചു മാറ്റാം. ഇവിടെ ഒരു ലംബോർഗിനി ഉണ്ട്. ലംബോർഗിനി വേണ്ട, വേറെ കാർ നോക്കാം. ഒരു മിനിറ്റ്, ആ റെഡ് കാർ കണ്ടില്ലേ, അത് നൈസ് കാറാണ് കേട്ടാ. അതാ മറ്റേ കോണിസെഗിൻ്റെ കാറാ. ആ കാറ് ഇച്ചിരി എക്സ്പെൻസീവാ. ഈ സ്കൂട്ടർ നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. ഇതിപ്പോൾ ആരും എടുത്തുകൊണ്ട് പോകുന്നില്ല, ഇതിവിടെ കിടന്നോട്ടെ. നമുക്ക് എന്നിട്ട് ആ കാറങ്ങ് അടിച്ചു മാറ്റാം. ഓക്കെ, ഈ കാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞേ. ഇയാൾക്കെന്താ വണ്ടി ഓടിക്കാൻ അറിയില്ലേ? വണ്ടി കയറ്റം കയറുന്നില്ലല്ലോ. ഇറങ്ങട വണ്ടിന്ന്. ഇനി മുതൽ ഈ വണ്ടി എൻ്റെ സ്വന്തമാ. അയാളുടെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടാവും. അയാൾ വേറെ വണ്ടി ഇങ്ങ് മേടിച്ചോളും. നമ്മൾ പിന്നെ പാവങ്ങൾ, നമ്മൾ ഈ വണ്ടി ഇങ്ങ് അടിച്ചു മാറ്റിക്കോളാം, എന്നിട്ട് ഇത് വിറ്റിട്ട് ക്യാഷ് ഉണ്ടാക്കാം. അതാണ് നമ്മുടെ സ്ഥിരം പരിപാടി. ഈ കാറിന് പിന്നെ നല്ല സ്പീഡുണ്ട് കേട്ടാ. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കോണിസെഗിൻ്റെ കാറാ. കോണിസെഗിൻ്റെ കാറിന് നല്ല സ്പീഡുണ്ട്. ഇത് അഗേരയെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഇത് കോണിസെഗ് അഗേരയാ. കോണിസെഗിന് തന്നെ വേറെ ഒരു വണ്ടിയുണ്ട്, അതാണ് ജെസ്കോ. ജെസ്കോ കിട്ടിക്കഴിഞ്ഞാൽ നൈസോ. ആ വണ്ടിക്ക് ഭയങ്കര സ്പീഡാ. പിന്നെ ഈ വീഡിയോ ഇതിരിക്കും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രല്ല,
ചാനൽ സബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ഇന്നപ്പോൾ നമുക്ക് വീടൊക്കെ മേടിക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഷോറൂമിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ പുതിയതായിട്ട് മേടിച്ച ഷോറൂം. ഈ ഷോറൂമിൻ്റെ അകത്ത് പിന്നെ വണ്ടികളൊന്നുമില്ല. നമുക്കപ്പോൾ ഈ വണ്ടി ഇവിടെ അങ്ങ് പാർക്ക് ചെയ്യാം. അവൻ ഈ വണ്ടിയൊക്കെ മേടിക്കുമോ? ആ, മേടിക്കും, മേടിക്കാണ്ടിരിക്കില്ല. അവൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. അവൻ എന്തായാലും ഈ വണ്ടി മേടിക്കും, ഉറപ്പാ. എടാ ഫ്രാങ്ക്ലിനെ, നീ എന്തോടെ? നീ പുതിയ വണ്ടിക്ക് മേടിച്ച? ഇല്ലടാ, ഞാൻ പുതിയ വണ്ടിയൊന്നും മേടിച്ചിട്ടില്ല. ഇത് ഞാൻ എവിടെ നിന്നോ അടിച്ചു മാറ്റിയ വണ്ടിയാ. ഞാൻ പിന്നെ ഈ വണ്ടിയില്ലേ ഇത് വിൽക്കാനായിട്ട് കൊണ്ടുവന്നേ. ഇതൊക്കെ വിൽക്കണമെങ്കിൽ എത്ര കിട്ടും? ഈ വണ്ടിക്ക് ആക്ച്വലി ഒരു 10 കോടിയുടെ മേലുണ്ടാവും. പക്ഷെ ഇത് അടിച്ചു മാറ്റിയ വണ്ടിയല്ലേ, അതുകൊണ്ട് എനിക്ക് 5 കോടി മാത്രമേ തരാൻ പറ്റുള്ളൂ. 5 കോടിയാ? ശരി, 5 കോടിയെങ്കിൽ 5 കോടി. ഓക്കെ, ഇവിടെ ഇപ്പോൾ എനിക്ക് ക്യാഷൊക്കെ കിട്ടിയേക്കാണ് കേട്ടാ. അവൻ എനിക്ക് 5 കോടി തന്നെ. അത് വേറെ ഒന്നല്ല, അത് അടിച്ചു മാറ്റിയ വണ്ടിയല്ലേ, അതുകൊണ്ടാണ് അവൻ എമൗണ്ട് കുറച്ച്. എന്തെങ്കിലും ആവട്ടെ. 5 കോടിക്ക് പക്ഷേ നമുക്ക് വീടൊന്നും കിട്ടില്ല. നമുക്ക് ഇനിയും ക്യാഷ് വേണം. മുമ്പിൽ പിന്നെ ഒരു ബുഗാട്ടി വരുന്നുണ്ട്, നമുക്ക് തൽക്കാലം അതങ്ങ് അടിച്ചു മാറ്റാം. ഞാൻ പിന്നെ ഈ വണ്ടിയില്ലേ ഇത് വിൽക്കാൻ പോണില്ല. ഇത് വിറ്റ് നമുക്ക് വലിയ കാര്യമായിട്ട് ക്യാഷ് കിട്ടില്ല. എനിക്ക് പിന്നെ നേരത്തെ ഒരു ഇൻഫർമേഷൻ കിട്ടി. നമ്മുടെ എയർപോർട്ടിലില്ലേ, എയർപോർട്ടിൽ ഒരു പുതിയ കാറ് വന്നിട്ടുണ്ട്. അത് ഏതൊരാൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത കാറാ. അത് പക്ഷെ സാധാരണ കാറല്ല, അതൊരു ഗോൾഡൻ കാറാ. അത് പക്ഷെ ഏതാ കാറെന്ന് എനിക്കറിയില്ല ഏട്ടാ. ഏത് ബ്രാൻഡാണ് എന്നൊന്നും അറിയില്ല. നമുക്ക് ചെന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയേക്കാണ്. അവിടെ ഒരു ഗോൾഡൻ കാറുണ്ട്. അത് ഏതാ കാറ്? കണ്ടിട്ട് റോൾസ് റോയ്സ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇതെന്തത്? ഈ വണ്ടി ഇവിടെ സ്റ്റക്കായല്ലോ. എന്തെങ്കിലും ആവട്ടെ, അതിൻ്റെ ആവശ്യമില്ല. ഇതൊരു റോൾസ് റോയ്സ് ആണ് കേട്ടാ, അതും റോൾസ് റോയ്സ് കൺവേർട്ടബിള്. ഇത് കൊള്ളാലോ, നൈസ് കാറ്. നമുക്കപ്പോൾ ഇതങ്ങ് അടിച്ചു മാറ്റാം. ഇവിടെ ഇപ്പോൾ എയർപോർട്ടിൽ ആരും നിൽക്കണില്ല. പോലീസൊക്കെ വരേണ്ടേക്കാളും മുമ്പ് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. ഓക്കെ, ഈ കാറും കൂടിയും ഞാനെങ്ങനെ ഷോറൂമിലേക്ക് കൊണ്ടുവന്നേക്കാണ് കേട്ടാ. ഇതപ്പോൾ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. അവനെവിടേക്കാ പോയേ? ഇവിടെ കാണലില്ലല്ലോ. എടാ ഫ്രാങ്ക്ലിന്, നീ വീണ്ടും കാർ അടിച്ചു മാറ്റിയ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇത് പക്ഷെ ഗോൾഡൻ റോൾസ് റോയ്സ് ആണല്ലോ, അതും ഒറിജിനൽ ഗോൾഡ്. ഇത് കൊള്ളാം ട്ടാ, നൈസായിണ്ട്. നിനക്കിത് എവിടെ നിന്ന് കിട്ടിയേ? ഇതെനിക്ക് എയർപോർട്ടിൽ നിന്ന് കിട്ടിയേ. അവിടെ ഒരു കാർ എടുക്കണ്ടായിരുന്നു, ഞാനത് നൈസായിട്ടങ്ങ് അടിച്ചു മാറ്റി. ആ പിന്നെ ഇതിനെനിക്ക് ഒരു 10 കോടി വേണം ട്ടാ. നേരത്തെ പോലെ 5 കോടിയൊന്നും പറ്റില്ല. ആടെ ഫ്രാങ്ക്ലിന്, ഞാൻ നിനക്ക് 10 കോടി തരാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലേ ടോട്ടൽ 15 കോടി ഉണ്ട് കേട്ടാ. 15 കോടി. ഒരു വീട് മേടിക്കാനായിട്ട് 15 കോടി ധാരാളാ. എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഒരു വീട് പോയിട്ട് പർച്ചേസ് ചെയ്യാം. A few moments later. ഓക്കെ, ഇവിടെ ഞാനെങ്ങനെ വീടൊക്കെ പർച്ചേസ് ചെയ്തേക്കാണ് കേട്ടാ. ഞാൻ പിന്നെ ഈ കാണുന്ന വീടാണ് പർച്ചേസ് ചെയ്തത്. ഇത് നൈസ് വീടാ. മറ്റേ വീടും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് പക്ഷേ ഒരു ചെറിയ വീടാ. ഇത് പിന്നെ വലിയൊരു വീടും. ഇവിടെ പിന്നെ കണ്ടില്ലേ, ഒരു ബെഡ്റൂമൊക്കെ ഉണ്ട്, അതും ഒരു AC റൂമാ. ഫ്രണ്ടിൽ പിന്നെ TV ഒക്കെ വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റൂംസാ. ഇനി നമുക്ക് മേലേക്ക് കയറി പോവാം. ഇവിടെ പിന്നെ നമുക്ക് അടുക്കളയൊക്കെ ഉണ്ട്, നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പക്ഷെ ഫുഡ് ഉണ്ടാക്കാറില്ല, പുറത്തുനിന്ന് കഴിക്കാറാ പതിവ്. ഇവിടെ പിന്നെ ഒരു ബാത്റൂം ഉണ്ട്, ബാത്റൂമും വലിയ കുഴപ്പമില്ല. ഇവിടെ ഒരു ലിവിങ് റൂം ഉണ്ട്. ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ബാൽക്കണി. ഈ വീടിന് പിന്നെ 10 കോടി ആയിട്ടുള്ളൂട്ടാ. ഇപ്പോഴും എൻ്റെ കയ്യിലെ 5 കോടി ഉണ്ട്. ആ പൈസക്ക് നമുക്ക് വല്ല സൂപ്പർ കാർ വാങ്ങിക്കാം.
അയ്യോ അവിടെ തലയിടിച്ച് വീണേ. ആ ഭാഗ്യം, ഒന്നും സംഭവിച്ചില്ല. ഓക്കെ ഗേസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.